യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. രക്ഷ എന്ന വാക്ക് ബൈബിളിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ രക്ഷയാണ് അതിൽ മുഖ്യം. കാരണം അത് നിത്യനാശത്തിൽ നിന്നുള്ള വിടുതലാണ്. മനുഷ്യൻ കേവലം ശരീരപദാർത്ഥം മാത്രമല്ല, ദേഹിയും ആത്മാവും കൂടെ ഉള്ള ഒരു അസ്തിത്വമാണ്. ശരീരം മരിച്ച മണ്ണോട് ചേർന്നാലും ദേഹിയും ആത്മാവും നശിക്കാതെ തുടരുന്നു. നിലനിൽക്കുന്ന വ്യക്തിത്വം കൂടുതൽ പ്രാധാന്യമുള്ളതാണല്ലോ. ഈ ഭൂമിയിൽ ഏതൊക്കെ വിഷയങ്ങളിൽ നിന്ന് വിടുതൽ നേടിയാലും ആത്മാവ് നിത്യനാശത്തിലേക്ക് പോയാൽ മറ്റെല്ലാം വെറുതെയാകും. ആകയാൽ ദൈവത്തിൽ നിന്ന് ഈ ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കുകയും അത് ഉറപ്പുവരുത്തുകയും വേണം. നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളിൽ അകപ്പെട്ടു പോകാറുണ്ട്. അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിയാതെ കുടുക്കിലെന്ന പോലെ ആയിത്തീരാം. ദൈവത്തിൻ്റെ കരം നമ്മുടെ രക്ഷയ്ക്കെത്തിയാൽ ഏത് കുടുക്കിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാകും. ദൈവം പല മുഖാന്തരങ്ങൾ നമ്മുടെ രക്ഷയ്ക്കായി ഉപയോഗിച്ചെന്നിരിക്കും. ചിലപ്പോൾ മറ്റേതെങ്കിലും വ്യക്തിയെ, ചിലപ്പോൾ നമുക്ക് തന്നെ രക്ഷയ്ക്കുള്ള വഴി ഉപദേശിച്ചു തന്ന്, ചിലപ്പോൾ ഈ പ്രകൃതിയിലെ ഏതെങ്കിലും ജീവജാലങ്ങളെയോ കാറ്റ്, മഴ തുടങ്ങിയ ശക്തികളെയോ ഒക്കെ ഉപയോഗിച്ചെന്നിരിക്കും. ചിലപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ നേരിട്ട് അയച്ചെന്നും വരാം. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. ദൈവം നമ്മുടെ രക്ഷ എന്നത് അവിടുന്ന് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുന്നാണ് നമ്മുടെ സാക്ഷാൽ രക്ഷകൻ. ഈ ദൈവം എൻ്റെ ബലം, എൻ്റെ ഗീതം. അതുകൊണ്ട് ഞാൻ ഈ രക്ഷകനായ ദൈവത്തിൽ ആശ്രയിക്കും. എൻ്റെ രക്ഷകൻ ഒരു ബലഹീന മനുഷ്യനോ മനുഷ്യ സൃഷ്ടിയായ മറ്റെന്തെങ്കിലുമോ അല്ല. ഏതു നേരത്തും എനിക്ക് ആശ്രയിക്കാൻ കഴിയുന്ന എൻ്റെ സങ്കേതമാണ്. എന്നെ ഒരിക്കലും മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്ത മാറാത്ത മിത്രമാണ്. എന്നെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം പദ്ധതിയുള്ള നല്ല ആലോചനക്കാരനാണ്. ഈ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിഞ്ഞതിനാൽ ഞാനിനി യാതൊന്നും ഭയപ്പെടുകയില്ല. എൻ്റെ ഭാവിയും നിത്യതയും ഉൾപ്പെടെ അവിടുന്ന് രക്ഷിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.